സോംബികൾ കൂട്ടത്തോടെ കെട്ടിടത്തിലേക്ക് ഇരച്ചു കയറുകയാണ്. ഇതോടെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട യൂബിൻ തൻ്റെ കൈവശമുള്ള തോക്ക് ജൂൺവൂന് കൊടുത്തിട്ട് പറയുകയാണ്, സോംബികളുടെ ഭക്ഷണമായി മരിക്കുന്നതിലും നല്ലത് മനുഷ്യനായി മരിക്കുന്നതാണ്. അതിനാൽ നമുക്ക് സ്വയം വെടിവെച്ച് മരിക്കാം എന്ന് യൂബിൻ പറയുന്നു. ജൂൺവൂന് അത് സമ്മതമല്ലെങ്കിലും യൂബിൻ വീണ്ടും വീണ്ടും അപേക്ഷിക്കുകയാണ്. അവസാനം കരഞ്ഞുകൊണ്ട് ജൂൺവൂ മരിക്കാൻ സമ്മതിക്കുന്നു. ആ നിമിഷം അവർ ഒരു ഹെലികോപ്റ്ററിൻ്റെ ശബ്ദം കേൾക്കുന്നു. അത് രക്ഷാസേനയാണെന്ന് മനസ്സിലാക്കിയ അവർ ടെറസിലേക്ക് ഓടാനായി തീരുമാനിക്കുന്നു. അവർ ഇടനാഴിയിലേക്ക് ഒരു സ്മോക്ക് ബോംബ് എറിയുകയും കുറച്ച് സോംബികളെ തള്ളി താഴ്ത്തേക്കിടുകയുമാണ്. പക്ഷേ വേറൊരു കൂട്ടം സോംബികൾ അവരെ പിന്തുടർന്ന് യൂബിനെ കടന്നുപിടിക്കുകയാണ്. അവൾ ഒരു കോടാലി ഉപയോഗിച്ചും ജൂൺവൂ ഒരു സൈക്കിൾ ഉപയോഗിച്ചും സോംബികളെ തള്ളി മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവളോട് ടെറസിലേക്ക് ഓടിപ്പോകാൻ ജൂൺവൂ നിർദ്ദേശിക്കുന്നു. അതനുസരിച്ച് അവൾ ഓടി ടെറസിലെത്തുകയും അവിടെ ഹെലികോപ്റ്റർ കാണാൻ കഴിയാതെ അവൾ നിരാശപ്പെടുന്നു. പെട്ടെന്ന് സോംബികളെ തള്ളിമാറ്റിക്കൊണ്ട് ജൂൺവൂ ഓടി വരികയും ടെറസിലേക്കുള്ള വാതിൽ അടച്ചുപൂട്ടുകയും ചെയ്യുന്നു. ഹെലികോപ്റ്റർ കാണാത്ത സങ്കടത്തിൽ രണ്ടുപേരും അലറിക്കരഞ്ഞു. ഈ സമയം സോംബികൾ വാതിൽ തുറന്ന് അവർക്ക് നേരെ ഓടി വരുന്നു. ജൂൺവൂ അവർക്ക് നേരെ വെടിയുതിർത്തെങ്കിലും രണ്ടുപേരെ മാത്രമേ കൊല്ലാൻ സാധിച്ചുള്ളൂ. ഭാഗ്യവശാൽ ഒരു ഹെലികോപ്റ്റർ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുകയും അതിലുള്ള സൈനികർ വെടിവെച്ച് സോംബികളെ അവർക്കരികിൽ നിന്ന് അകറ്റുന്നു. അതേ നിമിഷം തന്നെ ജൂൺവും യൂബിനും വേഗം ഹെലികോപ്റ്ററിലേക്ക് ഓടിക്കയറുന്നു. തുടർന്ന് ഹെലികോപ്റ്റർ ആ നഗരത്തിൽ നിന്ന് പറന്നുയരുകയാണ്. പെട്ടെന്ന് ജൂൺവുവിൻ്റെ ഫോണിൽ സിഗ്നൽ ലഭിക്കുകയും ഞങ്ങൾ സുരക്ഷിതരാണെന്നുള്ള ഒരു സന്ദേശം മാതാപിതാക്കളിൽ നിന്ന് അവന് ലഭിക്കുകയും ചെയ്യുന്നു.